Houston, we have a problem. ഒരു ചെറിയ കണക്ഷന് മിസ്റ്റേക്ക് പറ്റിയാൽ അവരെന്ത് ചെയ്യും? ഇവരെങ്ങനെ ഭക്ഷണം കഴിക്കണു, ഇവരെങ്ങനെ കുളിക്കണു, ഇവരെങ്ങനെ ഉറങ്ങണു. ചന്ദ്രനത്തെ കല്ല് തൊട്ടിട്ടാ USA സംഭവം തന്നെ കേട്ടോ. സ്പേസ്ഷിപ്പിന്റെ അകത്തേക്കാണ്. Houston, Tranquility Base here. The Eagle has landed. നമ്മുടെ അടുത്ത സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ചന്ദ്രനിൽ നിന്നിട്ട് കൊണ്ടുവന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റും. ചന്ദ്രനിൽ നിന്നിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുണ്ട്, കല്ലുണ്ട്, അതുണ്ട്, ഇതിന്നൊക്കെ. പക്ഷെ ഇനി നമ്മൾ കാണാൻ പോണത് ശരിക്കുള്ള കല്ല്, മണ്ണ്, ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കാണാൻ പോണത്. ഭയങ്കര ഒരു ത്രില്ലിങ് മൊമെന്റ് ആണ് ശരിക്കും ഇവിടെ നമ്മൾ ഫീൽ ചെയ്യാനാട്ടാ. അടിപൊളി. അങ്ങനെ നമ്മൾ ചന്ദ്രനിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറണം. ഏതിന്റെ സാമ്പിൾ കണ്ട സാമ്പിൾ ലൂണാർ സാമ്പിൾ. ലൂണാർ സാമ്പിൾസിലേക്ക് കയറണം. ഈ സാമ്പിൾസിലേക്ക് കിടക്കുമ്പോൾ ഇത് ഒറിജിനൽ സാമ്പിൾസ് ആയ കാരണം കൊണ്ട് തന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഉള്ള കാരണം ഈ വാതിലിന്റെ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. ഒരു ആദ്യം അതിന്റെ അകത്തേക്ക് കയറുന്ന വിശേഷം നമുക്ക് കാണിച്ചു തരാം. ഈ വാതിലിന്റെ സെക്യൂരിറ്റി സെറ്റ് ചെയ്തിരിക്കണ്ട അല്ല ഈ വാതിലിന്റെ കട്ടി കണ്ടോ? ഇത്രയും സ്റ്റീലാണ്. എന്തെങ്കിലും വെടിപ്പുണ്ടായി ബാക്കിയുള്ള സ്റ്റീല്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് അടയ്ക്കണം. ഇത് തുറക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് ഈ വക സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇനി കാണാൻ പോണത് ടച്ച് ദി മൂൺ കിട്ടണം. നിങ്ങള് ചന്ദ്രനെ തൊടാനായിട്ട് പോവാ. ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ചന്ദ്രനിലത്തെ ഒരു കല്ല് തൊടാനായിട്ടുള്ള ഒരു ഭാഗ്യം അതിന് ആസരം വന്നാലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടി ട്രാവൽസ് ചെയ്ത ആൾക്കാർക്ക് അല്ലേ നിങ്ങടാ ഇതെന്താ കറുത്ത കളറ്? അത് അവിടെ നിന്നുള്ള കല്ലാണ്. കറുത്ത കളർ കേട്ടോ ചന്ദ്രൻ. ഞാൻ ഒരു വെള്ള കളർ വരാൻ പോണെന്ന്. കറുത്ത കളർ കൊണ്ടിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടാ. ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോളോ 17 നിന്നുള്ള നേരത്തെ കണ്ട ഇതില്ലേ പേടകം, അവര് കൊണ്ടുവന്നത്. അപ്പൊ ചന്ദ്രനിലത്തെ കല്ല് തൊട്ടുട്ടാ. എത്രയോ കോടി ജനങ്ങളോട് വന്നിട്ട് കണ്ടിട്ട് തൊട്ട് പോയിണ്ടാവും. ഇതൊക്കെ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ബുള്ളറ്റ് അല്ല ബോംബ് പൊട്ടിയാൽ പൊട്ടില്ല അങ്ങനത്തെ സാധനം. ഇതാരും ഇവിടെ ഇവിടെ റിസർച്ച് ചെയ്യണോട്ടാ. അവിടെ നിന്ന് കൊണ്ടുള്ള സാമ്പിൾസ്, ഈ ചന്ദ്രനിൽ നിന്ന് കൊണ്ടുള്ള സാമ്പിൾസിന് അവര് അവിടെ വർക്കൗട്ട് ചെയ്യണത്. കല്ലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കല്ല്, ചെറിയ പൊടി, മണ്ണ് സംഭവങ്ങളൊക്കെ സാമ്പിൾസ് ആണ്. ഞാൻ വെള്ളാന്ന് പറഞ്ഞ് വെറുതെ ജിമ്മേട്ടാ നോക്കിയാൽ വെള്ള കളറിന്റെ കല്ല്. ഇത് നൈട്രജൻ ഉപയോഗിച്ചിട്ട് ഇതിനെ സൂക്ഷിക്കുന്നത്, അതിനെ ക്ലീൻ ആക്കി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒറിജിനൽ കണ്ടീഷനിൽ അതവിടെ സൂക്ഷിക്കും. വെള്ള കളർ നൈട്രജൻ ഗ്യാസ് ഉണ്ട് ആ പെട്ടിക്കകത്ത്. അപ്പൊ ഇതിന് ഒരു മാറ്റവും വരാതെ അതവിടെ ഇരിക്കും. അവിടുന്ന് കൊണ്ടുവന്നേക്കണ സാമ്പിൾസ് ചന്ദ്രന്റെ കല്ലും കൂടി കാണിച്ചിട്ട് ടീം ട്രാവലിസ്റ്റ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തൊടല് മാത്രം വലുത് ഇവിടെ വേറെ ലോകം. അങ്ങനെ 8 കല്ലേ ഉള്ളൂ ഈ ലോകത്ത്. അതെ, അതിലാണ് നമ്മൾ കെട്ടണത് 5 തൊട്ടു. അതെ, എന്താ ഇത് ഓരോ മിഷനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളാണ്. 15, 16, 17. അതെ 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 അതെ. ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ സേഫ്റ്റിയുടെ രൂപത്തിൽ ഇങ്ങനത്തെ സെക്യൂർ ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ ടൂറിസമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റിയ പത്മനാഭ ക്ഷേത്രത്തിലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഷോക്കേസിൽ വെച്ച് കാണിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വേറെ സംഭവമാണ്. അതിനൊക്കെ ഞങ്ങൾ ഇതൊക്കെ കേട്ടു. പക്ഷെ അങ്ങനെയൊക്കെ നമുക്ക് റിയാലിറ്റിയിലേക്ക് അങ്ങനെ പഴയ കാലം 1000 കൊല്ലം മുമ്പുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പൊതുജനങ്ങളേക്ക് കാണിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് ഇങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാനും കൂടി അവസരം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്നാണ് എനിക്ക് തോന്നണം. അല്ലേ? എല്ലാവരും മനസ്സിലാക്കണം. അതെല്ലാവരും മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നത് അത് തന്നെ അടുത്ത കാലത്ത് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ട് കേട്ടോ. അതെ, എനിക്കും. ഇവിടെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ, കല്ല്, മുള്ള്, മറ്റേ മെറ്റല്, ടൈറ്റാനിയം, ഇതെല്ലാം ഇതിനകത്തുള്ള ധാതുക്കളാണ്. അത് വേർതിരിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പോഴേക്കും ബിസിനസ് മൂടായില്ലേ? ഗോൾഡ്, എമറാൾഡ് കഥ പറഞ്ഞ പോലെ. അപ്പൊ നമ്മള് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ദി പ്രോമിസ് ഓഫ് ദി മൂൺ. അപ്പോൾ അന്ന് ഒരു ഓപ്പറേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഒറിജിനൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് മിഷൻ കൺട്രോളിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതല്ലേ, ഇത് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ലേ. ഇനി നിങ്ങളെ കാണിക്കാൻ പോണത് എൻ്റെ അടക്കമുള്ള ഒരു സംശയമാണ്. ഈ സ്പേസിലും ആൾക്കാർ എങ്ങനെ കുളിക്കണേ, എങ്ങനെ കെടുക്കണേ, എങ്ങനെ ഭക്ഷണം കഴിക്കണേ എന്നുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേസിൻ്റെ ഉള്ളിൽ എങ്ങനെ അവർ സർവൈവ് ചെയ്യണു, എങ്ങനെ ഭക്ഷണം കഴിക്കണു, എങ്ങനെ അവർ ഫ്രീ ആയിട്ട് നിൽക്കണു, അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ വേറൊരു വേൾഡ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ജിമ്മേടൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. വെറുതെ അത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്ന ഒരു സർപ്രൈസ് ആണ്. ആ സർപ്രൈസിന് ഒരു വാല്യൂ ഉണ്ട്, ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന സർപ്രൈസ്. ഏറ്റവും അവസാനം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ടാ. അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും, അധികം വഴി താമസിക്കാണ്ട്. നമ്മളിനി പോകാൻ പോകുന്നത്
ഒരു സ്പേസ് ഷിപ്പിന്റെ അകത്തേക്കാണ് സിമുലേറ്റഡ്. എന്ത് സംഭവിക്കണം, അതിനകത്ത് എങ്ങനെയാണ് ഇവർ ഇരിക്കുന്നത്, കിടക്കുന്നത്, ആ ഒരു സിനാരിയോ ഇവിടെ കാണാൻ പോവാണ്. ഇതാണ് നമ്മുടെ വഴി. ഇതാണ് സ്കൈ ലാബ്. ഇതിന്റെ അകത്ത് നമ്മൾ കാണുമ്പോൾ ലാബ് ഫസ്റ്റ് അമേരിക്കൻ സ്പേസ് സ്റ്റേഷൻ, അതിന്റെ ആക്ച്വൽ ട്രെയിനറാണ്. ഓക്കെ, സാധനം തന്നെയാണ്, ഇതിന്റെ മറ്റു രൂപമാണ് പുറത്തേക്ക് ആകാശത്തേക്ക് പോയത്. അപ്പൊ ഇത് ആസ്ട്രോനോട്ട്സ് അവർക്ക് എന്നാ പരിശീലിക്കാനും ഒക്കെ ഉള്ള ഒരു ലാബാണ്. അതിനാണ് സ്കൈ ലാബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്പേസിൽ പോകുന്ന ആൾക്കാരുടെ ഒരു ചെറിയ ട്രെയിനിങ് സെക്ഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് ഏരിയ കൂടിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒറിജിനൽ സ്പേസിലേക്ക് പോകുന്ന സെയിം സംഭവങ്ങളാണ്. നമ്മളിത് നേരത്തെ കണ്ട പോലത്തെ എന്താ പറയാ ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങളൊന്നുമല്ല. ഇത് ലൈൻ പോണു അല്ലേ? ഈ ലൈൻ കണക്ട് ആയാൽ മാത്രമല്ല അത് അവിടെ ആൾക്ക് ഈ ആസ്ട്രോനോട്ട് ഈ ലൈനുമായിട്ട് മദർഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം, മെയിൻ ബോഡിയിലേക്ക് കണക്റ്റഡ് ആണ്. ഇയാളുടെ പിടി വിട്ടാലും ഇത് ഈ വള്ളി അവിടെ ഉണ്ടെങ്കിൽ അയാൾ ഓക്കെയാണ്. ഈ വള്ളിയും കൂടി വിട്ടുപോയി അയാളുടെ പിടി വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ കിട്ടില്ല. നമ്മുടെ പൊക്കിൾക്കൊടി ബന്ധം പോലെ അല്ല, അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം പോലെയാണ് ശരിക്കും അതിനാണ് മദർഷിപ്പ്. ഇവരെങ്ങനെ ഭക്ഷണം കഴിക്കണു, ഇവരെങ്ങനെ കുളിക്കണു, ഇവരെങ്ങനെ ഉറങ്ങണു, അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കാണാൻ പോണടാ. സ്പേസിൽ ഇവരനുഭവിക്കേണ്ട കാര്യങ്ങൾ, അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എത്രത്തോളം അതിനെ പാഷനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറയാനടാ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറണം. ഇതിൻ്റെ അകത്ത് വരെ ഓരോ ആക്ടിവിറ്റീസുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതൊരാൾ തിരിയുണ്ടല്ലോ അവിടെ. യോഗ ചെയ്യണോ? എന്തൊരു സംഭവം? ഇതിനകത്ത് ഇങ്ങനെയാണ് ഇവർ നീങ്ങുന്നത്. ഇങ്ങനെ പോയാലും നീങ്ങാൻ പറ്റുള്ളൂ. അതായത് പറന്ന് കിടക്കാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ പറന്ന് കിടക്കുമല്ല, കൺട്രോൾഡ് ആയിട്ട് അവർ പറന്ന് കിടക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഫുൾ ബോക്സുകളാണ്. നമ്മളിവിടെ കുറെ ബോക്സുകൾ നമുക്ക് കാണാം. ഈ ബോക്സുകളെല്ലാം സ്റ്റോറേജ് ആണ്. ഓരോ സ്റ്റോറേജ് കാര്യങ്ങളുണ്ട്. ഫുൾ സ്റ്റോറേജ് ഉണ്ട്, വെള്ളമുണ്ട്. ഈ കാണുന്നത് ഇതിലത്തെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റോറേജ് ലോക്കേഴ്സ് കണ്ട. ഇവിടെ നമ്മൾ വാട്ടർ ടാങ്ക് കാണുന്നു. വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണല്ല, ഇത് ഇങ്ങനെ ഈ കാണുന്നതൊക്കെ വാട്ടർ ടാങ്കിലാണ്. അവരത് ക്രമീകരിച്ച രീതി സംഭവിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്. സ്പേസിൽ സ്പേസ് മാനേജ്മെന്റ് ഇല്ലെങ്കിൽ കാര്യമില്ലേ? ഇത് കണ്ട, ഇതൊക്കെ വാട്ടർ ടാങ്കുകൾ നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് ഓരോ ബോക്സ് പോലെ കണ്ട, അത് സ്റ്റോറേജ് ലോക്കേഴ്സാണ്. എന്തെങ്കിലും ഇവരെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലോക്കറാണ്. അതിൽ യെല്ലോ, ഗ്രീൻ എന്ന് പറഞ്ഞ ഓരോ കളറുകളുണ്ട. ഈ കളറിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഓരോ സ്ഥലത്തുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ അറ്റത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വേറൊരു വേൾഡ് നമുക്ക് അറ്റത്ത് കാണാട്ടാ. ഇവര് ഇങ്ങനെ പറന്ന് നടക്കുന്ന ആൾക്കാരുടെ ഇവര് അവിടെ ശരിക്കും പണിയെടുക്കുന്ന പരിപാടി ഉണ്ട് അതിൻ്റെ ഉള്ളത്. വേണ്ട, അതിനുള്ള ഓരോ ഓടി കളിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളത്. ഇതൊക്കെ ഫുഡ് സ്റ്റോറേജ് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ അവിടെ കാണാം. ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കയറ്റിട്ടുണ്ട്. അതാ ഫുഡ് റെസ്ട്രെയിൻസ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നോക്കിയാൽ കണ്ട. അപ്പൊ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് എടുക്കുന്ന രംഗങ്ങൾ കാണാൻ പോണ അല്ലേ നിമ്മ. അപ്പൊ ഇനി ഇവര് കിടക്കാൻ പോകുന്ന സ്ഥലം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സംഭവം. സ്ഥലങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മള് കിടക്കാനായിട്ടുള്ള സ്ഥലം നമ്മളിവിടെ കാണണ്ട. ഇതുണ്ട, ഈ കാണുന്നതാണ് കമ്പാർട്ട്മെന്റിലാണ് അവർ കിടക്കുന്നത്. സ്ലീപ്പ് കമ്പാർട്ട്മെന്റ് കേട്ടോ. ഇത് 1-2 ആൾക്കാർക്ക് കിടക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവും. ഇതൊരു അടിയിലേക്കൊക്കെ പോകുമ്പോൾ എന്തൊക്കെയാണ് റോട്ടനിങ്, ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നേരെ എതിർവശത്തേക്ക് തിരിഞ്ഞ ഒരാൾ കുളിക്കുന്നു. കുളിക്കുന്ന ഒരാള് കുളിക്കുന്ന വെള്ളം അവരവിടെ സ്റ്റോർ ചെയ്യുവാണ്. അല്ലെങ്കിൽ അത് ആ ബാഗിൽ അല്ലെങ്കിൽ വേറെ കളക്ടിങ് സെന്ററിലേക്കാണ് പോകുന്നത്. ഷവർ ചെയ്യണം. നമ്മളെങ്ങനെ സ്പേസിൽ ഒരാൾ കുളിക്കണം, അവരെങ്ങനെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കുളിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കാന്ന്. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലടാ. സ്റ്റാൻഡപ്പം മുകളിലേക്ക് നോക്കി ഒരാൾ നമ്മളെ നോക്കി ഹായ്. ഇതേതകാട് ഭക്ഷണം കഴിക്കണ്ട, ഭക്ഷണം കഴിക്കാതെ മുകളിൽ ഇരുന്നിട്ട് സിമ്പിൾ പരിപാടി. ഇതെപ്പോ അവിടെ ചിരിച്ച് കടാള് അല്ലേ? അത് അടിപൊളി. അപ്പൊ ഭക്ഷണം കഴിക്കേണ്ട ആളും മുകളിൽ അടിയിൽ കുളിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇതൊക്കെയാണ് ഇവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇവരുടെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സ്റ്റോറേജ് ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ കുറെ നാളത്തെ സംശയമായിരുന്നു ഈ വക സംഭവങ്ങൾ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നടക്കണേന്ന്. അതൊക്കെ ശരിക്കും നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാ. ഒരു രക്ഷയില്ല. ഇതൊരു വേറൊരു വേൾഡാണ്. അൺസഹിക്കബിൾ എന്നൊക്കെ പറയില്ലേ പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി പഠിക്കുക അല്ലെങ്കിൽ ഈ സൈറ്റിലൊക്കെ പോയി നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാം. ആ സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം. ജിമിചേട്ടൻ അറിയാന്ന് പറഞ്ഞ സൈറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റിലൊക്കെ പോയി ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം. എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും രീതിയിൽ അങ്ങനെ നാസരിക്കുക. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ബിജു പോൾ ചേട്ടൻ്റെ മകൻ നമ്മുടെ തൃശ്ശൂർ ദേവമാതയിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ദേവമാത സ്കൂളിൽ നിന്ന് നാസയിലേക്ക് പിള്ളേരെ കൊണ്ടുവന്ന ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു. അതുപോലെ സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പും സംഭവങ്ങളൊക്കെ ആയിട്ട് നാസ കാണിക്കാനും അല്ലെങ്കിൽ ടൂറിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. നമ്മളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അവസരം ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പം എന്തായാലും അതൊരു വേറൊരു മൊമെന്റ് ആണ്. എന്തായാലും അതൊരു നിങ്ങളുടെ കുട്ടികൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇനി കുട്ടികളല്ലെങ്കിൽ വലിയവരാണെങ്കിലും ഇതൊരു എക്സ്പീരിയൻസ് അൺബിലീവബിൾ ആണ്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ്. ഇവർക്ക് $35 വെറുതെ കിട്ടുന്ന കസല്ലട്ടാ, പണിന്റെ എത്ര ആൾക്കാരൊന്നും കൊണ്ടിട്ടാ. എല്ലാം കുട്ടികളാണ്. കുട്ടികളാണ് കൂടുതലും വരണടാ കാണാനായിട്ട്. ഒരു 70-80 വയസ്സാകുമ്പോൾ അവർക്കറിയാം അവർക്ക് സ്പേസിലേക്ക് പോകാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ വണ്ടികളൊക്കെ നമ്മളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വരി നിന്നിട്ട് വേണം നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകാൻ. അവിടെ റോക്കറ്റുകളാണ് വന്നിട്ടുള്ളത്. റോക്കറ്റ് പാർക്ക് അതെ പണിന്റെ എത്രയോ ടൂറിസ്റ്റേഴ്സ് വന്ന് ഇങ്ങനെ കണ്ടുപോകണല്ലേ. അവരൊരു ടൂറിസത്തിന് അല്ലെങ്കിൽ വലിയൊരു വരുമാന മാർഗം തന്നെ സംഭവം ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യണത് അല്ലേ. അങ്ങനെയുണ്ട്. ഈ പ്രസ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് ആ തുക ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അയ്യോ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കല്ലേ, അതും കുറഞ്ഞ തുകയ്ക്ക്. അതെ നമ്മളിപ്പോ പോണ ബിൽഡിംഗ് സാറ്റേൺ 5 എന്ന് പറഞ്ഞ റോക്കറ്റ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. സാറ്റേൺ 5 അതെ. ആ പടത്തിന്റെ അത്രയും വലുപ്പമുണ്ട് ആ റോക്കറ്റ്. ആ പടത്തിൽ ഇങ്ങനെ നീളം നിൽക്കണ വലുപ്പം അതിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ ആ ലോകത്തേക്കാണ് ഇപ്പൊ കയറാൻ പോകുന്നത്. അതാണ് ചേട്ടൻ പറഞ്ഞ ലോകം വേറെ റേഞ്ചിൽ അല്ലേ. ലോകത്തിലെ ഒരിക്കലും അധികം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ പോണത് റീയൂസബിൾ റോക്കറ്റ് ആണ്. റീയൂസബിൾ റോക്കറ്റ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നെ റോക്കറ്റുകൾ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടാ, കാണിച്ചു തരാം ഓരോന്നായിട്ട്. നാസാട്ടാ വലിപ്പറയണെങ്കിൽ ഇങ്ങനെ തന്നെ പോകണല്ലോ അജിമ്യ. പിന്നെ ഈ സാധനം അകത്ത് നമ്മൾ പോയി കാണാൻ പോകണം. എത്രയ്ക്കും വലുപ്പത്തിലുള്ള സംഭവമാണ് അകത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ഒരു 200 മീറ്റർ എന്നല്ലടാ, 200 മീറ്റർ ഉണ്ടാവും ഇതിന്റെ നീളം കേട്ടോ. ഏകദേശം നമുക്ക് കാൽക്കുലേഷൻ നിൽക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപയോഗിക്കാം. അതെ റീയൂസബിൾ ആണ്. അതാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത്രയ്ക്കും സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾഡ് ആണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ എത്രയധികം ആൾക്കാർ നമ്മുടെ വണ്ടിയിലുണ്ടെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണ്ട. എത്രയോ ആൾക്കാർ ഡെയിലി വന്ന് ഈ സംഭവം കണ്ട് പോകണ്ടല്ലേ. അങ്ങനെ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ വലിയൊരു റോക്കറ്റാണ് നമ്മൾ കാണട്ടോ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു റോക്കറ്റ്. ഇതൊന്നൊക്കെ ചെറുതാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേറെ വേൾഡിലേക്കാണ് നമ്മൾ പോണത്. എന്നിരുന്നാലും ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ചെറിയ റോക്കറ്റ് നമ്മളെ പറ്റിക്കാന്ന് പറയില്ലേ, ചെറുതായിട്ടൊന്ന് ത്രസിപ്പിച്ചിട്ട് അകത്ത് കയറിയിട്ട് വലുത് കാണാനുള്ള ഒരു പരിപാടി കേട്ടോ. ഇത് ഒറിജിനൽ സാധനമാണ്, മേക്ക് ചെയ്തെന്നല്ല. ഇത് ഒറിജിനൽ റോക്കറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് പോലെ വെച്ചേക്കണം. അങ്ങോട്ട് നോക്കിയൊരു വലിയൊരു എഞ്ചിൻ ഇരിക്കുന്നതാണ്. 4 എഞ്ചിനുകളിലുള്ള ഒരു എഞ്ചിനാണ്. അതിന്റെ അകത്ത് 4 എഞ്ചിനുകളല്ല, അങ്ങനെയല്ല. അത് എക്സോസ്റ്റ് അല്ല, ശരിക്കും എക്സോസ്റ്റും കൂടിയിട്ടാണ്. അങ്ങനെ ഒരു എഞ്ചിനാണ് അത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇങ്ങനെ വെണ്ടക്കാശത്തിൽ എഴുതിട്ടാ കണ്ടോ, അവിടെ എഴുതി വെച്ചേക്കണം F1 എഞ്ചിനാണ്, പവർ ഫോർ ദ റോക്കറ്റ്. 5 എഞ്ചിൻ ഉണ്ടല്ലേ. 5 എഞ്ചിൻ. 5 എഞ്ചിൻ കൂടിയ സംഭവത്തിലേക്ക് നമ്മൾ പോകണം. 5 എഞ്ചിനിലേക്ക് ഇവരാണ് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലത്തെ 5 എഞ്ചിനുള്ള ഒരു സാധനം നമ്മൾ അകത്ത് പോയിട്ട് കാണാൻ പോകണട്ടോ. അതെ, ഇതൊന്നും നോക്കിയ അതിന്റെ പൗണ്ട്സ് ഫോഴ്സ് 1.5 മില്യൺ അല്ലേ. അതെ. നമുക്ക് ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ ചെറിയ ഐഡിയ ഉള്ളൂ. ഇത് ത്രസ്റ്റിന്റെ ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എഞ്ചിനീയർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1.5 മില്യൺ പൗണ്ട്സ് ഫോഴ്സിനെ ഈ കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവറിൽ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതാണ്. നമുക്കറിയാം. അതെ, നമുക്ക് ഓരോ ഡൗട്ടുകളും ചോദിച്ച് മനസ്സിലാക്കാറില്ല. നമ്മളിത് റോക്കറ്റ് പാർക്കിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത്രയും റോക്കറ്റ് പാർട്ടാ. ഈ എഞ്ചിനുകള് ഈ സാറ്റേൺ 5 റോക്കറ്റിനെ 5 എണ്ണം കൂടി 38 മൈൽ ഉയരെ 38 മൈൽ ഉയരം. ഓക്കെ, 6000 മൈൽ പെർ അവറിൽ കൊണ്ടെത്തിച്ചു. 38 മൈൽ 6000 മൈൽ പെർ അവർ. അത്ര സ്പീഡിലാണ് ഇത് പോണത്. നമ്മളത് അകത്തേക്ക് വരണോട്ടോ. ആ ഒരു മായാലോകത്തേക്ക് നിങ്ങളെ കൂട്ടി കൊണ്ടുപോകാൻ പോണം. ഒന്ന് ഞെട്ടാൻ റെഡി ആയിക്കോ. ഇത് കണ്ടിട്ട് ഞെട്ടി. ഞാൻ ഞെട്ടിയിട്ടില്ലേ, ഞാൻ ഞെട്ടാൻ പോണല്ലോ. ഒരു ചെറിയ വാല് വന്നിട്ട് ഒരു ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോണേട്ടോ. ഇതൊരു 5 എഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടോ നമ്മളുണ്ട്. 1 2 3 4 5 എഞ്ചിൻ കേട്ടോ. ഇങ്ങനത്തെ 5 എഞ്ചിൻ
ഈ തീ ഉണ്ടാക്കണ ഭാഗത്തിന്റെ ഉള്ളിൽ നിന്നല്ല നമ്മള് പറക്കുമ്പോ 5 എണ്ണല്ലോ, മുകളിൽ 2 താഴെ 2 നടുക്കൊരെണ്ണം. ഇത്ര അടുത്ത് ഇങ്ങനെ കാണുമ്പോ എന്റെ വലുപ്പം ശരിക്കും മനസ്സിലാവട്ടോ. ഇത് വെച്ചേക്കണ വണ്ടിയുടെ ചക്രത്തിന്റെ വലുപ്പം നോക്കുന്നതന്നെ. അതന്നെ നമ്മളെ 380 വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും ഹൈറ്റിലുള്ള ടയറുകൾ ഇരിക്കണേടാ. ഇത് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണം അല്ലെ ഈ ടയറിനെ. ഇത് ഓപ്പൺ ആവും, ഇത് മൊത്തം ഓപ്പൺ ആവും. ഈ ഒരു സൈഡ് ഇങ്ങനെ ബോൾട്ട് ചെയ്ത് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇത് റീയൂസബിൾ ആണ്. ഇതിപ്പോ നോക്കി കഴിഞ്ഞാൽ AC ഓടുന്നുണ്ട് ഇതിനകത്ത്. ഇത് അല്ലല്ല, ഈ ബിൽഡിങ്ങിനകത്ത്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യം വന്ന റീയൂസ് ചെയ്യുന്ന റോക്കറ്റ് ആണ്. നശിച്ചു പോകാതിരിക്കാൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിൽ ഇട്ടേക്കുന്നത്. ഒരു സംഭവം തന്നെ കേട്ടോ. ഇത് കാണേണ്ട കാഴ്ച കേട്ടോ അല്ലെ. ഇത് നേരിട്ട് കാണാൻ പറ്റില്ല. ഇതിനകത്ത് പകുതി മുക്കാലും ഇന്ധന ടാങ്ക് ആണ്. മുക്കാഭാഗവും മുക്കാലിന് മുകളിൽ ഇന്ധന ടാങ്ക് ആണ്. എന്നാലും ഇത് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി. ഓ ഇതേട്ടാ ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ പോണ. ഇതിന്റെ ഓരോ സ്റ്റേജുകൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം ഇവിടെ നിന്ന് പറന്നിറങ്ങി പോണു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ഇവിടെ പൊങ്ങി കഴിയുമ്പോ ആദ്യത്തെ ഭാഗം പിടിപ്പിക്കും. അത് വിട്ടുപോരുന്നതാണ് ആ പടം പോണത്. അത് കാരണം അത്രയും കനം പിന്നെ ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അത് മൊത്തം കത്തിച്ചു. 2ാം ഭാഗം കത്തി കഴിയുമ്പോൾ അത് അടുത്ത ഭാഗത്തേക്ക് പിന്നെ ചെറുതായി അവസാനം എത്തേണ്ട സ്ഥലത്ത് നമ്മുടെ മുകളിലേക്ക് ഇറങ്ങാറാകുമ്പോ ചെറിയൊരു സാധനമായിട്ട് മാറട്ടെ. ആ മുകളിലത്തെ സാധനം പോയി മുകളിൽ ലാൻഡ് ചെയ്യും. ചിന്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറില്ലേ? ഇതൊന്നുകൂടി ചോദിക്കണ്ട കേട്ടോ. ഇതിന്റെ ഒരു വലുപ്പം ഭീമാകാരമായ ഒരു വലുപ്പത്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലുപ്പം കേട്ടോ. ഞാൻ കാര്യം ആലോചിച്ചു. ഞാനത് ഇത്ര പേരുണ്ടാവും ഇതിനുള്ള പോണ നേരത്ത്. അല്ല ഇത് അതോരോ മിഷനനുസരിച്ച് 2-3 പേര് കാണും. ഇത് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നവരുടെ കാര്യം ആലോചിച്ചു. അതെ, അതൊരു അത്ഭുതം തന്നെയാണല്ലോ. അതെ ഒരു ചെറിയ വയറിങ്, ഒരു ചെറിയ കണക്ഷന് മിസ്റ്റേക്ക് പറ്റിയാൽ അവരെന്ത് ചെയ്യും? പോയി ഇത്ര മില്യൺസ് ചെലവാക്കി കണ്ടോലെ ഹ്യൂസ്റ്റൺ വി ഹാവ് എ പ്രോബ്ലം എന്നിവരെ വിളിക്കുന്നത്. പൈലറ്റ് പറയുമ്പോ ഒരു വേറെ സാധനം ഇംഗ്ലീഷിന് ഒരു വേറെ വാല്യൂ ഉണ്ട് കേട്ടോ. ജിമ്മിന് ഇംഗ്ലീഷ് വേറെ മൂടാ പറയാൻ പറ്റില്ല. അമേരിക്കൻ ഇംഗ്ലീഷ് ആയാലും പിന്നെ ഒന്നും പറയാനും പറ്റില്ല. ഇത് എഞ്ചിന്റെ വേറെ മൂഡ്. ഇത് ഏതാ മൂഡ്? ഇത് ഇതിന് വിട്ടു പോകണ. ഓക്കെ, ഇത് ആദ്യത്തെ സ്റ്റേജ്. നമ്മൾ 3ാമത്തെ ഇവിടുന്ന് പോണ സ്റ്റേജ് കാണുന്നത്. ഇത് അവസാനത്തെ സ്റ്റേജുകളിൽ മുമ്പല്ലായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് വിടിയിച്ച് പോണതാണ്. ഇതിന് വിട്ടു പോണ രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടുന്ന് ഓരോ സ്റ്റെപ്പ് പോലെ ആ റോക്കറ്റിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ അവിടെ ഇവിടെയും കാണും. അപ്പൊ ഇവിടെയും എഞ്ചിൻ 5 ഉണ്ട് അല്ലെ? ഈ 5 അവിടെ നിന്ന് 5 കഴിഞ്ഞ് ആ 5 അപ്പൊ ഇവനെ ഇവിടെ പോയി ഇത് താഴേക്ക് വരും, അന്തരീക്ഷത്തിലേക്ക് വീഴും. അപ്പൊ ഇങ്ങനെ ഇവനെ ഇവിടെ ടേക്ക് കെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കടലിലേക്കാണ്. അത് കടലിലേക്ക് വീഴും. അത് ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ട് ചെയ്ത് നേരത്തെ കണ്ട പോലെ തന്നെ പാരഷൂട്ട് അങ്ങനെ എന്തെങ്കിലും വഴി റിക്കവർ ചെയ്ത് കൊണ്ടുപോയി. ടൺ വെയിറ്റ് ഉള്ള സാധനത്തിന് അങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചോ? ഏറ്റവും പുറകിലെ എഞ്ചിന്റെ വലുപ്പം കണ്ടോ? ഇവിടെ വന്നപ്പോ ആ വലുപ്പം നോക്കി ചെറുതായി. അതെന്താ കാരണം? അത്രയും ശക്തി ഇനി മതി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സാധനം നമ്മുടെ അടിയിൽ ലാൻഡ് ചെയ്യുമെന്ന് പറയില്ലേ, ഇത് വെള്ളത്തിൽ പൊക്കി കൊണ്ടുവരാനും എല്ലാത്തിനും എളുപ്പമുള്ള പരിപാടിയാണോ? അല്ല, ഓരോ സ്പെസിഫിക് ജോലിക്ക് ഇവർക്ക് ടീംസ് ഉണ്ട്. അങ്ങനെ അവർ നീങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയ എഞ്ചിൻ കണ്ടുട്ടാ. ഇനി ഇതിൽ നിന്ന് ഒരു സ്പേസിന്റെ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോ ഇത് വീണ്ടും ഇതൊരു ഏകദേശം എന്താ പറയാ, എത്ര വലിപ്പുണ്ടോ ജിമ്മേട്ടതിന്റെ ഒരു നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ ഒരു ടാങ്കില്ലേ അതിന്റെ ഒക്കെ വലിപ്പുണ്ടോ അത് ഏകദേശം കാണുമ്പോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഇത്രയ്ക്കും ചെറുതാവണം. പിന്നെയും എഞ്ചിനുകളൊക്കെ ഉണ്ട്. എഞ്ചിനും ഉണ്ട പോലെയല്ലോ ഇല്ല, ഒരു എഞ്ചിനായിട്ട് മാറണടാ അല്ല ജിമ്മ? ഇത് അവസാനത്തെ സ്റ്റേജുകൾ. ഇത് ലാസ്റ്റത്തെ സ്റ്റേജുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം സാറിന്റെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഭൂമിയുടെ ഗുരുത്വാകർഷണം വിട്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ പവർ ആവശ്യമില്ല. അതാണ് എഞ്ചിന്റെ ശക്തി കുറഞ്ഞു വരുന്നത്. അതിന് എഞ്ചിന്റെ തള്ളു കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങ് പോകും. ഒരു എന്തിന്റെ ഇടയ്ക്ക് അത് തന്നെ, ഭൂമിയുടെ ഗുരുത്വാകർഷണം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പൊക്കോളും. പിന്നെ അതിനെ കൺട്രോൾ ചെയ്താൽ മതി ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് അതിന് ആദ്യത്തെ ഭാഗം എടുത്ത് പോയി, രണ്ടാമത്തെ സ്റ്റേജ് പോയി, പിന്നെ ഇത് വീണ്ടും അതിന്റെ എനർജിയിൽ വീണ്ടും പറക്കണം. നമുക്ക് കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സംഭവമാണ് ഇത് എങ്ങനെ പറന്നു പോകണമെന്ന കാര്യം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ ഇവിടെ ഉണ്ടായി ഇത് വേറെ മൂടായില്ല. അവസാനത്തെ സ്റ്റേജ് ഇതിനകത്താണ് മറ്റേ പേടകം എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ പേടകം റിലീസ് ചെയ്തിട്ട് പോകില്ല. ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റിൽ നിന്ന് ഈ സാധനം തുടങ്ങണമെന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു രസമായിരിക്കണം കേട്ടോ. അവിടെ നിന്ന് ഈ ബിൽഡിങ്ങിന്റെ അവസാനം വരെ അങ്ങറ്റം വരെ പരന്ന് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടില്ല. നേരത്തെ അവിടെ കണ്ട പേടകമില്ലേ, ആ പേടകമാണ്. നമ്മള് ഏറ്റവും അവസാനം നമ്മളൊരു ബോക്സ് പോലെ നേരത്തെ കണ്ടത്. ബോക്സ് അല്ല, അതിന്റെ ഉള്ളിൽ ഒരാളെ ഇരിക്കുന്നത്.
ഓക്കെ, ഇതാണ് ശരിക്കും ഭൂമിയിൽ വന്ന് ഏറ്റവും അവസാനം പതിക്കണത്, വെള്ളത്തിൽ വന്ന് പതിക്കുന്നത്. ഓക്കെ, ഇത് ഈ വർഷം തന്നെയാണോ ഈ സാധനം കാണുന്നത്? ഇതൊരു ഒറ്റ പീസാണോ? അല്ല, ഇത് വേറെ പീസാണ്. അതല്ല, ഇത് ലാസ്റ്റ് പീസ് ആവില്ല. ഇത് അവസാനം ചെല്ലുമ്പോൾ ഇതിനെ വലിച്ചോണ്ട് പോയിട്ട് ഇത് വിടും. ഇവൻ മാത്രമായിട്ട് പോകും. പിന്നെ ഇവൻ പാരഷൂട്ടായിട്ട് വന്ന് പാരഷൂട്ടിലൂടെ വന്ന് ഈ പേടകം വന്ന് ചാടും. അപ്പൊ ഈ പേടകം നമ്മൾ അകത്തുനിന്ന് വരുമ്പോ കണ്ടില്ലേ, ഒരാൾ ഉള്ളിലിരിക്കണുണ്ടല്ലേ, ആ ഒരു സംഭവമാണ് ഈ കാണുന്നത്. നമ്മളിതെല്ലാം പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടി അല്ല പറയണത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതില് അറിവും ധാരണയുള്ളവര് നമ്മൾ ചെയ്യുന്ന പറഞ്ഞതിലോ തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതെ അതെ അതെ, നമ്മൾ പറയണത് എല്ലാം ശരിയാവണമെന്ന് ഒരിക്കലും ഇല്ല. കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അടിയിൽ കമന്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ, ഇനി നിങ്ങൾ പുതിയ അറിവുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുട്ടികൾക്ക് ഒരു എപ്പോഴും മുതൽക്കൂട്ടായി. നമ്മുടെ അറിവ് പൂർണ്ണമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഇതൊരു മായിക ലോകമാണ്. പഠിച്ചു വരുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ജിമ്മേട്ടന്റെ അറിവ് വരുമ്പോ തൊടാൻ പറ്റില്ല, വേറെ കേസ്. നമ്മുടെ സൈഡിലേക്ക് വരുമ്പോ അതിന്റെ അടുത്ത സർപ്രൈസിലേക്ക് വരുവാണ്. ഓക്കെ, നെക്സ്റ്റ് സർപ്രൈസ്. നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ച് സംസാരിച്ചാണ്. ഓക്കെ, അമേരിക്ക ഇതുവരെ എത്ര ചന്ദ്ര മിഷൻസ് നടത്തിയിട്ടുണ്ട് ചന്ദ്രനിലേക്ക്? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു. അതിനുള്ള തെളിവാണ് ഏറ്റവും അവസാനത്തെ മിഷന്റെ അടുത്തേക്കാണ് നമ്മൾ വരുന്നത്. ആദ്യത്തെ നമുക്കറിയാം, ലാസ്റ്റത്തിലേക്ക് വരുവാണ്. ഇത് അപ്പോളോ 17. അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോളോ 17 വാസ് ദി ലാസ്റ്റ് അപ്പോളോ മിഷൻ ടു ലാൻഡ് മെൻ ഓൺ ദ മൂൺ. അതായത് 17ാമത്തേല് 3 പേര് പോയി. 3 പേര് പോയി. ഡിസംബർ 1972 അവര് ആ വണ്ടിനെ നമ്മൾ അവിടെ കണ്ടല്ലേ നേരത്തെ. അതുപോലത്തെ ഒരു വണ്ടി. ഈ 3 പേരും ലാസ്റ്റ് കാലുകുത്തിട്ടാ. എനിക്ക് തോന്നുന്ന ഇന്റർവ്യൂ നടത്തുന്ന ഈ ഒരു ചായ ഉണ്ടല്ലോ അല്ലെ, അതുപോലെ തോന്നി. നീലാം സ്ട്രോങ് അല്ലാന്ന് നമ്മളവിടെ കണ്ടാളേ നീലാം സ്ട്രോങ് അല്ലാന്ന് പറയാം. ഇതിലെല്ലാ മിഷനും വിജയിച്ചിട്ടില്ല, 1 or 2 പരാജയപ്പെട്ടിട്ടുണ്ട്. അതെ 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 അതെ. ശരിക്കും ജിമ്മേട്ടൻ ഇവിടെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടാ, എൻ്റെ ഒക്കെ വിചാരത്തിൽ ഒരു തവണയാണ് നമ്മൾ ചന്ദ്രനിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ, അങ്ങനെയാണെന്നൊക്കെ എൻ്റെ മനസ്സിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാട് തവണ ഇവരൊക്കെ കളി കഴിഞ്ഞ്. പക്ഷേ ഈ 72 ശേഷം എന്തുകൊണ്ടാണ് ഇവർ ഇറക്കാത്തത്? അവർക്ക് അതിന്റെ ആവശ്യം ഒപ്പം ഇല്ലായിരുന്നു. അത് കാരണം കൊണ്ട് ഇപ്പൊ വീണ്ടും നമ്മൾ തുടങ്ങുവാണ് ആർട്ടിമിസ് മിഷൻ. നമ്മളവിടെ കണ്ടില്ലേ, അത് ഇനി മിക്കവാറും അടുത്ത 2, 3, 4 അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് അതുണ്ടാവും. എന്തായാലും 1972 17 തവണ ഫിനിഷ് ചെയ്യണമെങ്കിൽ 17 തവണ അവർ പോകാൻ അറ്റംപ്റ്റ് ചെയ്തെങ്കിൽ അന്നത്തെ ടെക്നോളജി, അമേരിക്കൻ ടെക്നോളജിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ. പക്ഷേ ഈ 17 തവണയും അവര് വലിയ കാര്യമായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ വരുന്നവർക്കറിയാം അതിന്റെ ആവശ്യമുള്ളൂ. ഒരു പ്രകസനത്തിന് ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞ ഇവര് വാശിക്കുന്ന മുകളിലേക്ക് ഇറക്കണമെന്നുണ്ട്. 16, 17, 16, 72 ഇട്ടു, 15, 14, 71 ഇറങ്ങി, പിന്നെ 13, 70 ഇറങ്ങി. ആ ഒരു സമയത്ത് എല്ലാ കൊല്ലം ചന്ദ്രനിലേക്ക് വെറുതെ ആൾക്കാർ വിടുന്ന കേസായിരുന്നു അമേരിക്കയുടെ. 70ാമത് വിജയിച്ചില്ല ജിമ്മേട്ടാ? ഇല്ല, അത് പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഓക്സിജൻ ഫ്യൂൽ ടാങ്ക് പൊട്ടിത്തെറിച്ചു. അപ്പൊ അവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ചന്ദ്രനെ വലയം വെച്ചിട്ട് തിരിച്ച് ഭൂമിയിൽ വന്നിറങ്ങി. അതായി കാണുന്നത്. ഇറങ്ങണം. ഒരാൾ സിഗാർ വെച്ചിട്ട് സിഗ്നലോട് നോക്കിയാൽ അതിന്റെ ഉള്ളിൽ സിഗാർ വെച്ച് പിടിക്കാട്ടോ. അതിന്റെ ഉള്ളിലല്ല, ഇവരുടെ ഇവിടുത്തെ ഏരിയയിലുണ്ടോ. എന്തായാലും അങ്ങനെ 17 സ്ഥലങ്ങളിലെ ഓരോന്നും ഹിസ്റ്ററികളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റിസർച്ചും സംഭവമായിട്ട് ഇവിടേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കട്ടെ ജീവിതത്തിൽ. അങ്ങനെ 17 മിഷനിൽ 11ാമത്തെ ശരിക്കും ഒരു ആദ്യമായിട്ട് കാലത്തുന്നത് നീലാം സ്ട്രോങ് ഇരിക്കണൊക്കെ ജിമ്മേട്ടാ? അതെ, നീലാം സ്ട്രോങ് ഉണ്ട്, മറ്റേ ബസ് ആൾഡ്രിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഒരാളും കൂടെ ഉണ്ട്, മൈക്കിൾ കോളിൻസ്. ഇവര് ആദ്യം ആരിറങ്ങിയെന്ന് പറയാനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇല്ല. അപ്പോളോ 11 മൂണിൽ ലാൻഡ് ചെയ്തല്ലോ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവര് കൊടുത്ത ആദ്യത്തെ റേഡിയോ സന്ദേശം ഇതാണ്: ഹ്യൂസ്റ്റൺ, ട്രാങ്ക്വിലിറ്റി ബേസ് ഹിയർ, the eagle has landed. ഞാൻ വായിച്ചു പറഞ്ഞാണ്, എന്നാൽ പോലും അതിന്റെ പവർ ആലോചിക്കും. ആ സമയത്ത് പിന്നെ ജിമ്മിയുടെ പറഞ്ഞതിന്റെ പവർ ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷിനൊരു പവർ ഉണ്ട്. വേറെ കേസ് നീലാം സ്ട്രോങ് ഒക്കെ ഇറങ്ങി നടക്കണം, ഓടി കളിക്കുന്നുണ്ട്. പറഞ്ഞ മറ്റേ വാക്കുകളുണ്ട്: one giant leap, one small step for a man, a giant leap for a mankind. പുള്ളി ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം എന്താ? അതായത് ഒരു മനുഷ്യന്റെ ചെറിയൊരു കാൽപാദം, പക്ഷെ മനുഷ്യകുലത്തിന് വലിയൊരു കാഴ്ചയോട് അടിക്കാനായിട്ടുള്ള ആള് പറയാനായിട്ടുള്ള വോയിസ് അല്ലേ? അതെ. അങ്ങനെ ഇതൊക്കെ മുമ്പ് പോയി ഇറങ്ങിയിട്ടില്ലെന്നുള്ളു, വെറുതെ അവർ അവിടെ നിന്ന് പ്രാക്ടീസിങ് സംഭവം നടക്കണല്ലോ. ഇവരെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലവർ അതിന് മുമ്പ് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടാവും. ഇതെല്ലാം അതിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ 17 അറ്റംപ്റ്റില് 11ാമത്തേലും എഴുതിയിട്ടുണ്ട്. അപ്പോളോ 10 വാസ് എ ഡ്രസ് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആ സാധനത്തിന്റെ ഒപ്പത്തിനൊപ്പം തന്നെയാണ്. അതെല്ലാം ചെയ്തു, പക്ഷെ ലാൻഡ് ചെയ്തിട്ടില്ല. അതെന്താന്ന് 20ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ ധൈര്യപൂർവ്വം
പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളും ചരിത്രങ്ങളും ഇതും വിവരങ്ങളും കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ആള് പറഞ്ഞിട്ടു കൊടുത്തു പറഞ്ഞിട്ടു അടുത്ത ടീംസ് പോയി അത് ചെയ്തു. അതിന്റെ ചെറിയൊരു രൂപം. അന്നത്തെ ദിവസം ഇവരുടെയൊക്കെ ഓഫീസിലുള്ള ആൾക്കാരുടെ സന്തോഷം എന്തായിരിക്കും? അല്ല, നമ്മുടെ സ്ക്വാഡ്രൺ ലീഡർ രാകേഷ് ശർമ്മ ആദ്യമായിട്ട് സ്പേസിൽ പോയി. അപ്പൊ പുള്ളി ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞൊരു വാചകമുണ്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന്. എന്റെ ഓർമ്മയിൽ അതില്ല, അത് പ്രേക്ഷകർ തന്നെ ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കുക. അടിപൊളി. ഇവരൊക്കെ ആദ്യത്തെ പരീക്ഷണം ഒന്നാം സ്ഥലത്തേക്ക് നമ്മൾ എത്തിയപ്പോ ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്നാം സ്ഥലത്തേക്ക് എത്തിയപ്പോ ആദ്യത്തെ പരീക്ഷണത്തിൽ ഇവര് ഈ പോയ ആൾക്കാരെ തീപിടുത്തം മൂന്നുപേര് മരിച്ചു പോയി. അതേട്ടാ തീപിടുത്തുണ്ടായ രംഗം. എന്നാലും അവര് ഈ ഒരു മിഷന് വേണ്ടി തുടക്കട്ടല്ലോ അല്ലെ? ഈ മിഷൻ ചെയ്ത ആളുണ്ടല്ലോ, ഇവര് പറഞ്ഞേക്കുന്ന ഈ 3 പേരിൽ ഒരാൾ പറഞ്ഞേക്കുന്നത് വി ആർ ഇൻ എ റിസ്കി ബിസിനസ് ആൻഡ് വി ഹോപ്പ് ദാറ്റ് ഇഫ് എനിത്തിങ് ഹാപ്പൻ ടു us it will not delay the program. കണ്ടിന്യൂ ചെയ്യണം. The conquest of the space is worth the risk of life. അതായത് അയാൾ മരിച്ചുപോയി ഒന്നാമത്തെ പ്രോഗ്രാമില്, മരിച്ചുപോയി തീപിടുത്തുണ്ടായിട്ട്. ഇതൊരു റിസ്കി പരിപാടിയാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഈ സ്പേസ് പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകണം, അതാണ് എഴുതി വെച്ചേക്കുന്നത്. ലൈഫിനേക്കാളും വർത്താണ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങും ചെയ്തു. 67 അത് 72. ഏറ്റവും ബാക്കി നമ്മളിത് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒക്കെ ഒരു വലിപ്പം പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു മായക്കാഴ്ചയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടാ. ഇത് നമുക്കൊന്നും എന്താ പറയുക, നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സംഭവം, ഒരു മേഖലയാണ്. പക്ഷെ എന്നിരുന്നാലും വലിയൊരു കാഴ്ചകളൊന്നാണ് ശരിക്കും നാസയിൽ വന്നിട്ട് ഈ പേടകം കാണാമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ സിസ്റ്റം കണ്ട് അല്ലെങ്കിൽ സിസ്റ്റം കണ്ട് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജിമ്മേട്ടൻ നമ്മളെ ഇവിടെ വരെ എത്തിച്ചു. അടിപൊളി. ജിമ്മേട്ടൻ നമ്മളെത്തിരി കൊണ്ട് ഇൻഫർമേഷൻ എന്തെന്നുണ്ട് നമുക്ക് ഇല്ലേ? ഇപ്പൊ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാം പറയുന്നത് 100% അല്ല എങ്കിലും ജിമ്മേട്ടൻ പേടിന്നിട്ട് കഴിഞ്ഞാൽ പറയാൻ എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ ജിമ്മേട്ടൻ ആൾക്കാർ കളിയാക്കുക അല്ലെങ്കിൽ ചീത്ത പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഇത് തന്നെ നമുക്ക് വലിയ അറിവാണ് ജിമ്മേട്ടാ. നമ്മൾ എല്ലാവർക്കും ഇത് എടുക്കാലോ. അതെ നമുക്ക് അറിവില്ല, നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ അറിവുകൾ കൂടുതൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്തോളോ. നമ്മൾ ഇനി അടുത്ത പോണ സ്ഥലം ഉണ്ടല്ലോ, ഇതൊന്നും നല്ല കാഴ്ച, വേറെ ടെക്നിക്ക് നിങ്ങൾ കാണിക്കാൻ പോണത് നാസാട്ടാ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവണ്ട, അടുത്തൊരു വേൾഡിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ട. ഒരു 747 മേലെ ഒരു റോക്കറ്റ് പോലെ ഇരിക്കുക. ഞെട്ടരുത്, ഞെട്ടാൻ പോകണല്ലോ, കളി വരാൻ പോകണല്ലോ. ഇനിയാണ് നമ്മുടെ അടുത്ത മായ കാഴ്ച. ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിന്റെ ഏറ്റവും പീക്കസ്റ്റ് ലെവലിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത് വേറെ ഒന്നല്ല, ഒരു 747 ഇങ്ങനെ എടുക്കുക. അതിന് മുകളിൽ സാധനം ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്നത് ചലഞ്ചർ സ്പേസ് ഷട്ടിലാണ്. ആ സ്പേസ് ഷട്ടിലിനെ ഭൂമിയിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവര് കണ്ടുപിടിച്ച മാർഗമാണ് 747. അതെങ്ങനെ അവര് മുകളിൽ അതിനെ ഫിക്സ് ചെയ്തിട്ട് 747 ഫ്ലൈ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ചില മോഡിഫിക്കേഷൻസ് 747 വരുത്തിയിട്ടുണ്ട്. ഒന്ന് അതിന്റെ വാലെ നോക്ക്. ഒരു 747 ഇല്ലാത്ത ഒരു ടൈപ്പ് വാലാണ് അതിന്. ഈ വെയിറ്റ് താങ്ങാനും അതിന്റെ ഇത് ഒരു വലിയ ഒരു എയറിന്റെ ഫ്ലോയ്ക്ക് തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്പേസ് ഷട്ടിൽ ഇതിന്റെ മുകളിൽ വരുമ്പോൾ. അപ്പൊ അതിന് വാലിന് കൂടുതൽ എനർജി കിട്ടാനും എയർ ഫ്ലോ ബെറ്റർ ആക്കാനും വേണ്ടിയിട്ടാണ് അവർ. അപ്പൊ ഈ മുകളിലേക്ക് ഇതിനെ ഓടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇവൻ പറന്നു പോവാ? ഇല്ല, അവിടെ നിന്ന് പോവില്ല. ഇവന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഈ 747 ഉപയോഗിക്കുന്നത്. യുണൈറ്റഡ് എയർലൈൻസിന്റെ യാത്രാ വിമാനമായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്ന ഈ ഫ്ലൈറ്റ് നേരെ ഇന്ത്യയിൽ എത്തിക്കും, അതാണോ തീം? അല്ലെ? അപ്പൊ ഈ വക സാധനങ്ങൾ ഇങ്ങനെയാണ് പോണല്ലേ, നമുക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഭൂമിക്കകത്താണ്. അന്തരീക്ഷത്തിൽ നിന്ന് സ്പേസിൽ നിന്ന് ഇവൻ വരുമ്പോ അല്ലാണ്ട് തന്നെ പറന്നു വരും. ജിമ്മി നമ്മളിപ്പോ ഭൂമിയിൽ നിൽക്കണ പേടിക്കട്ടെ, മനസ്സിലായി. എന്തായാലും 747 സ്പേസ് ഷട്ടില് മുകളിലുണ്ട് കേട്ടോ. ഒരു പേടകത്തിനെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കണ വേറൊരു വലിയൊരു പേടകമാണ് 747. യൂണിക്ക് ആയിട്ടുള്ള കാഴ്ച എന്നൊക്കെ പറയില്ല, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ. ആ പേടകത്തിന് മുകളിൽ കയറാൻ പറ്റുമോ? പിന്നെ എല്ലാത്തിന്റെ ജിം വിളിക്കണ ജിം വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്തായാലും മുകളിൽ കയറാം. മുകളിൽ നിന്ന് അടിയിൽ ഇറങ്ങാം നല്ലത്, അല്ലെങ്കിൽ ഇതിലെ കയറിയിട്ട് നമ്മള് ഫ്രണ്ടിൽ വന്ന് അല്ലെങ്കിൽ ഇതിലെ നമ്മള് നാസയുടെ 747 അതിലേ കയറിയിട്ട് നമ്മൾ ബാക്കിലൂടെ ഇറങ്ങുകയാണ്. അതല്ലേ? എന്തായാലും ജമ്മിയ ഫ്ലൈറ്റിന് മുകളിൽ വേറെ ഫ്ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതായത് അവര് തിരിച്ചു വരുന്ന സൂര്യാകാശത്ത് തിരിച്ചു വരുന്നതാണ്. എന്തായാലും ഇതൊരു റയർ കാഴ്ച കേട്ടോ. ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, ഭയങ്കര റയർ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു സ്പേസ് ഷട്ടിലിനകത്ത് കയറാൻ പോകണം. ഇനി അടുത്ത് നമ്മള് സ്പേസ് ഷട്ടിലിനകത്ത് കയറാൻ പോട്ടോ.
നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ അനുഭവിക്കാത്ത ഒരു സംഭവമാണ് നമ്മൾ സ്പേസ് ഷട്ടിൽ അകത്തേക്ക് നമ്മളിലേക്ക് കയറാൻ പോകട്ടോ. സ്പേസ് ഷട്ടിലിൻ്റെ അകത്ത് ഭയങ്കര കൂളിങ്ങാണ്. ഒരു AC കിട്ടിയിട്ട് ലൈറ്റൊക്കെ ഓണൊക്കെ വെച്ചിട്ടുണ്ടോ. ഇതിപ്പോൾ സ്പേസിൽ പോയിട്ട് അതിന് ഇങ്ങനെ റിക്കവർ ആയിട്ട് വരണത്. ഇത് ഇതെങ്ങനെ ലാൻഡ് ചെയ്യാൻ ശരിക്കും സ്പേസിൽ പോയിട്ട് വരുമ്പോൾ? സ്പേസിൽ പോയിട്ട് ആദ്യത്തെ കുറേ നേരം ഭൂമിയുടെ ഇതിന് ചുറ്റും വലിയ മോളിൽ, അത് കഴിഞ്ഞിട്ട് ചുറ്റി അതിന് അനുകൂലമായിട്ടുള്ള പാത്തൊക്കെ ഉണ്ട്. ഓൾറെഡി പ്രീ ഡിസൈഡ് ചെയ്തിട്ട് വെതർ മോശമാണെങ്കിൽ ഇത് മാറ്റി ഇറങ്ങില്ല. എന്നിട്ട് ഇവൻ വന്നിട്ട് സാധാരണ വിമാനങ്ങൾ വരുന്ന പോലെ വന്നിട്ട് ലാൻഡ് ചെയ്യുവാണ്. അപ്പോൾ ചക്രമുണ്ട്, ചക്രമുണ്ട്, മറ്റേ പാരച്യൂട്ടും ഉണ്ട്. പാരച്യൂട്ട് രണ്ടും കൂടി വെച്ച് ലാൻഡ് ചെയ്യും. ഇനിയിപ്പോൾ പാരച്യൂട്ട് ഒരുമിച്ച് ഒന്ന് ലാൻഡ് ചെയ്യുന്നത് അതിന്റെ സ്പീഡ് കുറയ്ക്കാൻ. അത് ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം. ചേട്ടാ ഇത് ലാൻഡ് ചെയ്യാറാകുമ്പോൾ ഇതിന് സ്വഭാവം മാറണം നമ്മൾ കാണണ്ട. കേട്ടോ ഓപ്പണായി വേണ്ട കണ്ടോ, അത് ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന പക്ഷെ നോക്കി എത്ര പ്രാവശ്യം ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് പോകാം. അതെ, അത് ഭൂമിയിലെ വലയം വെക്കുന്നുണ്ട്. അത് അത്രയും ഏരിയ മുകളിലാണല്ലോ. അതെ, വലയം വെച്ച് നിൽക്കട്ടോ. ഓ 5 മൈൽ ഭൂമിക്ക് മുകളിലാണ്. അത്രേ ഉള്ളൂ അല്ലേ? അതെ, ഇപ്പോ ഈ പടത്തിൽ ഈ കാണുന്നില്ല 9 കിലോമീറ്റർ മുകളിൽ. അതെ, ലാൻഡിങ്ങിന്റെ സമയം ആവാറാകുമ്പോൾ അവർ ഓപ്പൺ ആക്കി അതിൻ്റെ ഉള്ളൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യണ്ടാ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇത് കാനഡയുടെ മിഷനാടാ. നേരത്തെ ഇറങ്ങണു. ഇത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് സാധനം. ഇതിൻ്റെ ഉള്ളിൽ ഇത് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന് നോക്കിയത് ഇതേപോലെ വർക്ക് ചെയ്യണം. സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യണ്ട, അത് സ്പേസിൽ ഔട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ കാണുന്നത് കണ്ട വർക്ക് ചെയ്യണു. ആ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് എയർലോക്ക് എന്ന് പറഞ്ഞ സംവിധാനമാണ്. ഇതിനകത്തോടെയാണ് ഒരു ടണൽ പോലെയാണ്. ഇതിനകത്തോടെയാണ് അകത്തേക്ക് ഓർബിറ്റർ അല്ലെങ്കിൽ ഷട്ടലിനകത്തേക്ക് ആസ്ട്രോണോട്ട്സ് കയറും ഇറങ്ങുകയും ചെയ്യുന്നത്. നമ്മളകത്തെ കാഴ്ചകളൊപ്പം തന്നെ പുറത്തെ കാഴ്ച കൂടി ഉണ്ടോ നോക്കിയാൽ. ആ സ്പേസ് ഷട്ടിലിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇത് ഈ ടൈല് പോലത്തെ സാധനം ഒട്ടിച്ചേക്കുന്നത് ഒരു തരം ഒരു കോഡൊക്കെ അറിയോ, അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ തീപിടുത്തം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഫ്രിക്ഷൻ വരും. അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ കറുത്ത സാധനം വെച്ചത്. എന്ത് മെറ്റലാണെന്ന് നമുക്ക് അറിയില്ല, അത് അവർക്ക് അറിയുള്ളൂ. അടിയിലത് 747 നിങ്ങൾ കിടന്ന് നിൽക്കണൊക്കെ എന്തുട്ടാ വലുപ്പില മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പോട്ടാ. മുകളിൽ കുറച്ച് നല്ല കാഴ്ചകളെന്ന് പറയുന്നത് നമുക്ക് മുകളിലേക്ക് പോകാം. അപ്പൊ നമ്മള് സ്പേസ് ഷട്ടിലിന്റെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കട്ടാ. ഫ്ലൈറ്റ് ഡെക്കിന്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടോ, ഇതൊക്കെ മറച്ച് വെച്ചിരിക്കട്ടാ. ഗ്ലാസ് ഒക്കെ മറച്ച് വെച്ചത് നമ്മൾ പറഞ്ഞ ടൈലുകളൊക്കെ അവിടെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാ. നമ്മുടെ പൊറിഞ്ച അവിടെ കിടക്കണ്ട. എവിടെയോ പൊറിഞ്ച എവിടെയാ? കിടപ്പുണ്ടോ? വാ നമ്മുടെ അകത്തേക്ക് കയറാം. സ്പേസ് ഷട്ടിലിന്റെ അകത്തേക്ക് കയറാടാ. അങ്ങനെ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ടാ ജിമ്മേട്ടാ. ഇത് ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇത് അവരുടെ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് അത് ഓണാക്കി ഇട്ടേക്കണമെന്നേ ഉള്ളൂ. ബാറ്ററിയിൽ അല്ലെങ്കിൽ പവർ വെച്ചിട്ടേ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഓരോ സെറ്റിങ്ങൾ ഇവിടെ അവിടെ മുകളിലൊക്കെ ഓരോ സെറ്റിങ്ങളുണ്ട്. എല്ലാം ഇതിന്റെ ഓരോ മേഖലകളാണ്, പ്രവർത്തന മേഖലകളാണ്. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അത് ശാസ്ത്രജ്ഞന്മാരും ആൾക്കാരും പറഞ്ഞു തരട്ടെ. അതെ, ഇൻഡിപെൻഡൻസ് ക്ലാസ് ആട്ടാ. മുമ്പിൽ വന്നിരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറുള്ളൂ, അതിൻ്റെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അകത്ത് കയറിയപ്പോൾ. പക്ഷെ ഇതിന്റെ പ്രവർത്തനം കേൾക്കുമ്പോഴാണ് ഇതിന്റെ നമ്മൾ ആശ്ചര്യത്തോടെ കൈ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി 747 അകത്തേക്ക് കയറാം. അടിയിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മളിത് നമ്മുടെ 747 അകത്തേക്ക് ഇങ്ങനെ എൻ്റർ. ഫ്ലൈറ്റിൽ കയറിയ പോലെ തന്നെ ആയില്ലേ? ഫ്ലൈറ്റിന്റെ മൂഡ്. ഇതിന്റെ മുമ്പിലത്തെ ഡെക്കൊക്കെ ഒരു പൊളിച്ച് മാറ്റി അല്ലേ, ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാണാനായിട്ട് എക്സിബിഷൻ സെന്റർ പോലെ. ഇതിൽ പോകുന്ന ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സീറ്റും സംഭവങ്ങളൊക്കെ കൂടി ഉണ്ട്. ആകെ 6 സീറ്റ് നമുക്ക് കാണാനുള്ളൂ. പക്ഷെ പൈലറ്റ് ഇരിക്കുന്ന ഭാഗമൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു മ്യൂസിയം പോലെ ആക്കിയിരിക്കട്ടെ ഈ ഫ്ലൈറ്റ്. കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. 747 പൈലറ്റുമാർ എപ്പോഴും മുകളിലായിരിക്കണം. ഇതാണ് ഫ്ലൈറ്റ് ഡെക്കിലേക്കുള്ള വഴി. അതെ, ഫ്ലൈറ്റ് ഡെക്കിന്റെ അടുത്തേക്ക് പോണതാ. അതും ഫസ്റ്റ് ക്ലാസ്സും ചിലപ്പോൾ കാണാം. അതെ, മുകളിലേക്ക് എത്തണമെങ്കിൽ മനസ്സിലായി. അതിനകത്ത് ഇതിന് ഇവിടെ ഒരു ഷെയർ കൊടുത്തിരിക്കണം അല്ലേ, ഒരു ടെസ്റ്റിംഗ് കൊടുക്കാം. ടെസ്റ്റിംഗ് അത് ഡമ്മി വെച്ചിട്ട് നടക്കണ കേസാണെന്ന് പോയി ഡമ്മി വെച്ചിട്ട്. ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാഠങ്ങളും ഉണ്ടാവും, തോൽവികളും ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ട് വിജയത്തിലേക്ക് മുന്നോട്ട് പോകും. ഇതെല്ലാം എല്ലാവരും അങ്ങനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണ്ടേ ജിമ്മ? പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമല്ലേ. നടക്കും 747 ഭയങ്കര സംഭവമായിട്ടാ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കിട്ടിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് ഈ എപ്പിസോഡുകളിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്പേസ് സെറ്റുകളിലൊക്കെ ലൈറ്റും സംഭവങ്ങളും ഓരോരോ എക്സ്പീരിയൻസുകളൊക്കെ അവര് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഫ്ലൈറ്റ് കറക്റ്റ് ആവുള്ളൂ. തിരിച്ചു കയറ്റിട്ടുണ്ടോ നമ്മളാക്കണം ബുദ്ധിമുട്ടുകള്. അതെ, ഫ്ലൈറ്റ് എത്തി. ഇതേ മോളിൽ നിന്ന് ഇറങ്ങണം കേട്ടോ.
എല്ലാവരും തിരിക്കണ്ട, അവിടെ ഇവിടെ തിരിക്കണ്ട, എല്ലാവരും തിരിക്കണ്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി ഒരു വലിയൊരു മായാലോകത്തേക്ക് വന്ന് ആ ഒരു ലോകം കണ്ട് തിരിച്ചു പോകണ ഒരു അനുഭവമാണ് ശരിക്കും നമുക്കൊന്ന് ഫീൽ ചെയ്തല്ലേ ജിമ്മേട്ടാ? എന്നാ തോന്നി ഇവിടെ വന്നിട്ട് ഈ ലോകത്ത്, ഈ നാസയുടെ ലോകത്ത് വന്നിട്ട് എന്താ തോന്നി? ഞാനൊരു വേറൊരു ഗ്രഹത്തിൽ വേറെ സ്ഥലത്തേക്ക് പോയ പോലെ എൻ്റെ ഉള്ളിലത്തെ എല്ലാ ടെൻഷനും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പരിപാടിയും മാറി. നമ്മൾ ഈ ലോകത്ത് ചെറിയ കാര്യത്തിനും പല പല കാര്യങ്ങൾക്ക് അടി കൂടുന്നതാണോ, നമ്മൾ ഈ കണ്ട കാര്യങ്ങൾക്കാണോ ചിന്തിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് എന്താ കണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ? എൻ്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്കൊരു 80% ആൾക്കാർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ലൈഫിൽ പല കാര്യങ്ങളും പല സമയങ്ങളിൽ നടന്നു പോകുമ്പോൾ അതൊക്കെ വളരെ ചെറിയ 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 കാര്യം എന്നുള്ളൊരു തിരിച്ചറിവ് ശരിക്കും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കിട്ടിയിട്ടാ. എന്തായാലും അതിനൊക്കെ ഉപരി നാസ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വേൾഡ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാരണം അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ട് കാരണം ടീം ട്രാവലിസ്റ്റിക്ക് ഇവിടെ വന്ന് കാണിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടി. എന്തായാലും കൂടെ നമ്മുടെ ജിമ്മിയാട്ടിന് കട്ടക്കുണ്ട്. അമേരിക്കയുടെ അടി തുടങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് ബിഗിനിങ് എന്നല്ല പറയാ, ജസ്റ്റ് ബിഗിനിങ്. അപ്പൊ അമേരിക്കൻ കാഴ്ചകളുടെ അടുത്തമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാസ പേടകത്തിന്റെ താഴെ നിന്ന് അവസാനിപ്പിക്കുന്ന ഒരു എപ്പിസോഡാവട്ടത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ പവർ വന്നു.